ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇതെൻ്റെ കാനഡയിലെ വീടിൻ്റെ പരിസരമാണ് കേട്ടോ. എത്ര വൃത്തിയായിട്ടും ഭംഗിയായിട്ടാണ് അത് കിടക്കുന്നത് നോക്കിയേ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ആളുകൾക്ക് ചപ്പ് ചവറുകൾ വലിച്ചെറിയാൻ ഒരു മടിയുമില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. നമുക്കെല്ലാം സിസ്റ്റമാറ്റിക്കാണ് കേട്ടോ. എല്ലാവരും അത് ഫോളോ ചെയ്യുന്നുമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പെനാൽറ്റി കിട്ടും കേട്ടോ. ഇവിടെ നമുക്ക് എല്ലാ ആഴ്ചയും നമുക്ക് ഗാർബേജ് എടുക്കാൻ വേണ്ടി വണ്ടി വരും. അപ്പോൾ അത് ഓരോ ഏരിയയ്ക്കും ഓരോ ദിവസങ്ങളായിരിക്കും. നമ്മുടെ ഏരിയയിൽ അത് ട്യൂസ്ഡേ ആണ്, അല്ലെങ്കിൽ ചൊവ്വാഴ്ചയാണ്. ഇവിടെ നമ്മുടെ വേസ്റ്റിന് ഗാർബേജ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഗാർബേജ് സെഗ്രിഗേറ്റ് ചെയ്യുന്ന രീതി എന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ പല കളർ കോഡ് ഉണ്ട് കേട്ടോ. ഓരോ കളറിനും ഓരോ ടൈപ്പ് വേസ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ബ്ലൂ കളർ ആണെങ്കിൽ അത് റീസൈക്കിൾ ചെയ്യാനുള്ള ഐറ്റംസ്, അതായത് പ്ലാസ്റ്റിക് ഐറ്റംസ്. ഇനി ഗ്രേ കളർ, അതായത് ചാര നിറത്തിലുള്ളതാണെങ്കിൽ എല്ലാ കാർഡ്ബോർഡ് ബോക്സുകൾ, പ്ലാസ്റ്റിക് കവറുകൾ ഉണ്ടല്ലോ, റാപ്പുകൾ, അതായത് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ പുറത്തുണ്ടാവുന്ന കവറുകൾ. പിന്നെ ഗ്രീൻ ബിന്ന്, അതായത് പച്ച കളർ ബിന്ന്, ഇത് നമ്മുടെ കിച്ചൺ വേസ്റ്റിനാണ് കേട്ടോ. ഇതിങ്ങനെ വെറുതെ ഇടാൻ പറ്റില്ല. അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് കമ്പോസ്റ്റബിൾ ബാഗ് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതിൽ ഇട്ട് കെട്ടി വേണം നമ്മൾ ഇതിലിടാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ അവരെടുത്തുകൊണ്ട് പോവില്ല. ഇനി കാണുന്നത് ഈ കറുത്ത കവറുകളാണ്. ഈ കറുത്ത കവർ എന്ന് വെച്ചാൽ നമ്മുടെ സീറ്റിൽ ഉള്ള ബാക്കി വരുന്ന എല്ലാ വേസ്റ്റുകളും, അതായത് നമ്മുടെ ബാത്റൂമിലെ വേസ്റ്റുകൾ, പിന്നെ സാനിറ്ററി പാഡ്, തുണികൾ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇതിലാണ് കേട്ടോ പോകുന്നത്. ഇനി ഒരു ടൈപ്പും കൂടിയുണ്ട്, അതായത് നമ്മുടെ പേപ്പർ ബാഗിൽ നമ്മൾ ഇടുന്നത് കരിയില, അല്ലെങ്കിൽ നമ്മുടെ യാർഡ് വേസ്റ്റുകളെല്ലാം, നമ്മുടെ പറമ്പിലെ എല്ലാ വേസ്റ്റുകളും നമ്മൾ ഈ പേപ്പർ ബാഗിലാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടാവാറില്ല. കാരണം വീഴുന്ന ഇലകളൊക്കെ ഞാൻ പെറുക്കി കെട്ടി കമ്പോസ്റ്റ് ആക്കാൻ വെക്കും കേട്ടോ. അത് അടുത്ത വർഷത്തെ കൃഷിക്ക് വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കതുണ്ടാവില്ല. ഇത് നമ്മുടെ അയൽപക്കത്തെ അമ്മച്ചി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയും ഇതെടുത്ത് വെക്കുക എന്നുള്ളതാണ്. ബാക്കി ഇവർ ചെയ്തോളും. ഗാർബേജുകളെല്ലാം എടുത്തിട്ട് ബിന്നുകളെല്ലാം അവിടെ ഇട്ടിട്ട് അവർ പോകും. അപ്പോൾ നമ്മളത് വീണ്ടും എടുത്ത് വീണ്ടും അടുത്ത ആഴ്ചത്തേക്കുള്ള ഗാർബേജ് കളക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ രീതി. അതുകൊണ്ട് തന്നെ ഇവിടെ ഈച്ചയും കൊതുകും ഒന്നുമില്ല കേട്ടോ. ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം കേട്ടോ എന്ത് വേസ്റ്റാണ് ഏത് ബിന്നിലാണ് ഇടേണ്ടതെന്നുള്ളത്. അപ്പോൾ എല്ലാവരും അത് ഫോളോ ചെയ്യുന്നു. അതുകൊണ്ടാണ് കേട്ടോ, അതാണ് ശരിക്കും ഈ വൃത്തിയുള്ള പരിസരത്തിൻ്റെ രഹസ്യം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.